ഏ ജയ നീ നിനക്ക് അറിയല പോണ്ടത് പോയില്ലേ വരാനല്ലൊരു വഴി തങ്ങോ ഞാൻ എത്ര സ്നേഹിച്ചു സുരേഷേട്ടാ. ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകും ഞാൻ ക്ഷമിക്ക് ബസ് കിട്ടുവാ ഇപ്പൊ പെണ്ണുക്കെല്ലാം ഫ്രീ അല്ലേ, അതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. ബസ്സിൽ പോയപ്പോ ഒരു സുഖമുണ്ട് സീറ്റ് ഇല്ലെങ്കിൽ. പോയി പോയി. സുരേഷ് ചേട്ടാ ഇന്നലെ ഞാൻ കുറെ ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എല്ലാരും അറിയിച്ചിരുന്നത് എല്ലാവരും അറിയിച്ചിപ്പോ ഇന്നലെ രാത്രി എല്ലാം അറിയിച്ചു. അതെ. അപ്പൊ എടുക്കുന്നത് വൈകുന്നേരം എടുക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും വരാതെ എങ്ങനെ ഇപ്പൊ എടുക്കുന്നത്? അതെ അതെ. ഇപ്പൊ ഇടത്തേക്കാ അടുത്തേക്ക് എടുക്കുന്നത്? ആട്ടൊക്കെ കൊണ്ടുപോകാറ്. എടാ സന്തോഷേ, നീ എടയില്ലേ? ഞാനിവിടെ ജയന്റെ വീട്ടിലുണ്ട്. ജയന്റെ വലിച്ച മരിച്ചോലോ. എന്റെ വിളിച്ച് കണ്ടിട്ട് മണിക്കൂറുണ്ട്. ആര് ദാസം നിന്നോട് പറഞ്ഞ ജയന്റെ വെളിച്ചം വെച്ചത്? നിങ്ങളെ സുരേഷ് ചേട്ടാ പറഞ്ഞ ഇന്നലെ രാത്രി പോയത്. ഏ ഭഗവാനെ, ജയന്റെ വെളിച്ചം വെച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിന്നോട്. പിന്നെ ഇവന്റെ ഈ കരച്ചിൽ ഈ തോർത്ത് നിലകൊണ്ട് ഞാൻ എന്ത് വിശ്വസിക്കേണ്ടത്? അത് ഈ ലോകകപ്പ് ബ്രസീൽ പുറത്തായ വേദനാണ് ഇവന് ഉള്ളത്. ടൗണിൽ ഫ്ലക്സ് കൊണ്ടുവച്ചില്ലേ, അത് ഊരിക്കൊണ്ടെന്റെ കാര്യം പറഞ്ഞത്. ഈ 10-20 ആൾ ഊരിക്കല്ലേ അവിടെ കൊണ്ടുവച്ചിനെ, ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അക്കാര്യമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആടെ കൊണ്ടുവരോ? ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ അല്ല ആടെ കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ ശ്മശാനത്തിലേക്ക് ആയിരിക്കുന്നത്. എല്ലാരും അറിയിച്ചു ചോദിച്ചു, എല്ലാരും അറിയിച്ചില്ല രാത്രി. ഇന്ന് നേരെ പറഞ്ഞവരെ കളിയിൽ തോറ്റത് മാഞ്ചൽ പഠിപ്പിക്കാനായിട്ട്. എന്റെ ബ്രസീൽ പുറത്തായി. അതിന്റെ വായാൽ എനിക്ക് നല്ലൊരു സദ്യ ബ്രസീലിന് അത് പോയി. ഞാനും എന്തെല്ലാം പ്രതീക്ഷയോട് വന്നത് എല്ലാം പോയി.